കഴിഞ്ഞ നമ്മൾ സ്ക്രോസിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വാഹനത്തിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒന്ന് മാറ്റണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് ശേഷം നമ്മൾ കുറേ അന്വേഷിച്ചു, അതായത് ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം മാറ്റണം. അപ്പോൾ തന്നെ ഒരുപാട് ആളുകൾക്ക് ആശങ്കകളുണ്ടായിരുന്നു, കാരണം ലൂസ് കോൺടാക്ട്സ് വരുന്നു, അതുവഴി ഫയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം. നമ്മളിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ ബേസ് ചെയ്തിട്ടുള്ള കാർ സ്പോട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. ഇവിടെ വെച്ച് നമ്മുടെ വാഹനത്തിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒന്ന് മാറ്റുകയാണ്. അപ്പം ഞാൻ കാർ സ്പോട്ടിൽ വരാനുണ്ടായ ഒരുപാട് കാരണങ്ങളുണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഈ കാർ സ്പോട്ട് എന്ന് പറയുന്ന സ്ഥാപനം ശരിക്കും അങ്ങാടിപ്പുറത്തുനിന്ന് പെരിന്തൽമണ്ണയിലേക്ക് പോകുന്ന വഴിയാണ്. അവളുടെ കൂടെ നൗഷാദ് ഉണ്ട്. നൗഷാദ്, വെൽക്കം ടു അവർ ചാനൽ. നൗഷാദ്ക്കാണ് ഈ സ്ഥാപനത്തിൻ്റെ ഓണർ. നൗഷാദ് നമ്മൾ യാദൃശ്ചികമായിട്ട് വിളിക്കുകയും അങ്ങനെ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ എത്തുകയുമാണ് സംഭവിച്ചിട്ടുള്ളത് അല്ലേ? ശരിക്കും എന്താണ് കാർ സ്പോട്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങൾക്കായിട്ട് പറയാനുള്ളത്? നമ്മൾ ഒരു 20 വർഷത്തോളമായി നമ്മൾ ഈ ഫീൽഡിൽ 2004 സ്റ്റാർട്ട് ചെയ്താണ്. ഇപ്പോൾ ഏകദേശം നമ്മളൊരു 35+ സ്റ്റാഫുകളുണ്ട്. ഫുൾ എക്സ്പീരിയൻസ്ഡ് വെൽ എക്സ്പീരിയൻസ്ഡുള്ള സ്റ്റാഫുകളാണ്. പിന്നെ മെയിനായിട്ട് നമ്മൾ പറയുന്നത്, നമ്മൾ എന്ത് പ്രോഡക്റ്റ് ചെയ്യുകയാണെങ്കിലും ആ പ്രോഡക്റ്റ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. ഫുൾ പ്ലഗ് ആൻഡ് പ്ലേ ആണ്. നമുക്ക് ഈ ഷോറൂം ഇഷ്യൂസ് കാര്യങ്ങൾ, വയർ കട്ടിങ് കാര്യങ്ങളും ചെയ്യാൻ ഫുൾ പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് നമ്മൾ ചെയ്യാം. അതിന് ഉപയോഗിക്കുന്ന സപ്പോർട്ടിംഗ് മെറ്റീരിയൽ നമ്മൾ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ഫുൾ ബ്രാൻഡഡ് ആയിട്ടുള്ള, ഇപ്പോൾ മാർക്കറ്റിലായാലും നല്ല ക്വാളിറ്റി ബ്രാൻഡ് സപ്പോർട്ടിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഈ കാർ സ്പോട്ട് എന്ന സ്ഥാപനത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞ് നമ്മൾ ഈ ഒരു വിഷയങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ഞാൻ 1-2 കസ്റ്റമേഴ്സിനെ അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം വെച്ചാൽ അവർ പറഞ്ഞ 2-3 കാര്യങ്ങൾ. ഒന്ന്, നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാഫാണ്, സ്റ്റാഫിൻ്റെ ബിഹേവിയർ അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞു. ഞാനിങ്ങോട്ട് പറഞ്ഞോന്ന് എനിക്കറിയില്ല, അതൊരു നല്ല കാര്യമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വർക്കിൻ്റെ ക്വാളിറ്റിയും നല്ലതാണ്. അപ്പോൾ നമ്മളൊരു സ്ഥാപനത്തെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. എന്താണ് ശരിക്കും കാർ സ്പോട്ട് പ്രധാനമായിട്ടും ചെയ്യുന്ന സർവീസുകൾ? നമ്മളിവിടെ ചെയ്യുന്നത് മെയിനായിട്ട് റീസ്റ്റോറേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. വണ്ടികളെ ഫേസ് ലിഫ്റ്റിംഗ് ഉണ്ട്, പിന്നെ അതുപോലെ നമ്മൾ സസ്പെൻഷൻ, എക്സോസ്റ്റ്, പെർഫോമൻസ്, പിന്നെ ടോട്ടൽ നമ്മൾ ആക്സറീസ് ചെയ്യുമ്പോൾ ടോട്ടൽ ഉണ്ട്. അതായത് മെക്കാനിക്കൽ ഏസ് അല്ലാത്ത എല്ലാ വർക്കും ചെയ്യും. അതേമാതിരി അപ്പോൾസ്ട്രി വർക്ക്, സ്റ്റിയറിംഗ് റാപ്പിംഗ്, ഡോർ ലെതർ പാക്കിംഗ്, ഓഡിയോ സിസ്റ്റം, അതുപോലെ 360 ക്യാമറ, ഗ്ലാസ് ടിൻറ്റിങ്, സ്പെയറും കാര്യങ്ങളൊക്കെ നമ്മളെടുത്താണ്. എല്ലാം ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ സ്റ്റോക്ക്, മെക്കാനിക്കലും അതുപോലെ തന്നെ കോസ്മെറ്റിക്സും എല്ലാം സ്റ്റോക്ക്. മെക്കാനിക്കലായിട്ട് നമുക്ക് ഒരു സ്പെയർ പാർട്സ് തന്നെ നമ്മൾ സ്റ്റോക്ക് ഉണ്ട്. സ്പെയർ പാർട്സ് കട തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഒരു ഓൾ കേരള ഹോൾസെയിൽ ഡിവിഷനും ഉണ്ട്. ഓൾ കേരള. അപ്പോൾ നമ്മളൊരു വാഹനമായിട്ട് വന്നിട്ട് നമുക്ക് എന്ത് ചേഞ്ചസ് വരുത്തണമെങ്കിലും ഇവിടെ കൊണ്ടുവന്നിട്ട് പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്യും. എല്ലാം നമ്മൾ സാധാരണ ഇതിൽ ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ പാർട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടൊക്കെ സെറ്റ് ചെയ്യിപ്പിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി എല്ലാം സ്റ്റോക്ക് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ചെയ്തിട്ടുള്ള കളികൾ മാത്രം. ഏത് മോഡലിനും അങ്ങനെ. ഇപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കും, ഇത് ലക്ഷറി വണ്ടികൾക്ക് മാത്രം പറ്റുമോ അതോ സാധാരണ വണ്ടികൾക്ക് പറ്റുമോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അൾട്ടോ മുതൽ അവർക്ക് വേണ്ട സെഗ്മെന്റിലുള്ള എല്ലാവർക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. BMW, ഓഡി, ബെൻസ് വരെ അതിന് എല്ലാ സെഗ്മെന്റിലും, അത് ബോഡി സിസ്റ്റം ആയിക്കോട്ടെ, ബോഡി കിറ്റ്സ് ആയിക്കോട്ടെ, റീസ്റ്റോറേഷൻ ആയിക്കോട്ടെ, ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, എല്ലാം നമ്മൾ ചെയ്യും. അത് ചെയ്തു. അടിപൊളി, അത് കൊള്ളാം. പിന്നെ അതുപോലെ തന്നെ പുതിയ ഒരു കസ്റ്റമർ ലോഞ്ചിന്റെ ഒരു ഉദ്ഘാടനം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ കയറി ഇരുന്നപ്പോൾ ഉദ്ഘാടനമായിരുന്നു. സംഭവം ഞാൻ അറിയാതെ കയറിയതാണെങ്കിലും അറിയാതെ അത് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ വർക്ക് ഏരിയ അല്ലേ? ശരിക്കും ഇവിടെ അത്യാവശ്യം നല്ല വണ്ടികളുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ സ്ക്രോസും കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്ക്രോസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഞാൻ നേരത്തെ ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞാണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം മാറ്റണം എന്നൊരാഗ്രഹം നമുക്കുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഏത് പ്രൊഡക്റ്റാണ്? നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷാർപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഷാർപ്പിൻ്റെ ഫുള്ളി ഡിജിറ്റൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം സെറ്റ് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടാലോ? ഓക്കെ. ആ സമയത്ത് നമുക്ക് കുറച്ച് സേഫ്റ്റി പരമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാലോ. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പാനൽ ഊരിയെടുക്കണം അല്ലേ? അതാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പാനലൊക്കെ ഊരിയെടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ടൂൾസ് തന്നെ വെച്ച് ചെയ്യണം, അല്ലെങ്കിൽ ബോഡിയിൽ സ്ക്രാച്ച് വരും. അപ്പോൾ നമ്മൾ എല്ലാ വെഹിക്കിൾസിൻ്റെ അതിൻ്റെ ടൂൾസ് നമ്മൾ ഇവിടെ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സ്ക്രൂ ആക്കിയാവല്ലോ? ഇല്ല, സാധാരണഗതിയിൽ ഇങ്ങനെ സ്ക്രൂ ആക്കിയാവുമെന്ന് പറഞ്ഞേക്കാം. അതോട് ചോദിച്ചാൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓരോ ലോക്കുകളാണ് അല്ലേ? ശരിക്കും എക്സ്പേർട്ടേഴ്സ് ഉള്ള ആളുകൾ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പർ ആവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടി പോകാൻ സാധ്യത ഉണ്ടാവില്ലേ വലിച്ചെടുക്കുമ്പോൾ. അതുകൊണ്ടാണ് ഈ പ്രോപ്പർ ടൂൾസ് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സ്റ്റാഫുകളായാലും
ഏകദേശം നമ്മുടെ ഷോപ്പ് സ്റ്റാർട്ടിംഗിലുള്ള സ്റ്റാഫുകളടക്കം നിലവിൽ ഇവിടെ ഉണ്ട്. 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫുകളുണ്ട്. പിന്നെ അതെല്ലാം നമ്മൾ ട്രെയിൻ ചെയ്ത സ്റ്റാഫുകളാണ്. നമ്മുടെ ഷോപ്പിൽ ട്രെയിൻ ചെയ്ത് വന്നിട്ടുള്ള. അതുകൊണ്ട് നമ്മുടെ രീതികൾ കറക്റ്റ് അറിയാം. നമുക്കൊരു പ്രൊസീജിയർ ഉണ്ട് ഓരോ വർക്കിനും. നമ്മൾ ആ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ കസ്റ്റമർ ചില ദിവസം വന്നിട്ട് ഇങ്ങനെ എനിക്ക് ഇത്ര സമയം കൊണ്ട് കിട്ടണം അല്ലെങ്കിൽ ഇന്ന ദിവസം കിട്ടണം എന്ന് പറയുമ്പോൾ നമ്മളെ ടൈം പറഞ്ഞിട്ട് നമ്മൾ എടുക്കുള്ളൂ. അല്ലെങ്കിൽ വർക്കിന്റെ ക്വാളിറ്റിയിൽ സമയം കുറയുമ്പോൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ ചെയ്യൂല? ചെയ്യില്ല. ഞാനങ്ങ് പറഞ്ഞു പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് കിട്ടൂല, അത് എൻ്റെ അടുത്തും പറഞ്ഞു. അടിപൊളി. അങ്ങനെ നമ്മളെ പഴയ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഊരിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇത്രയും കാലം നമ്മൾ മാരുതിയിലൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന ഈ സംഭവം. ഇത് ആരും അധികം കണ്ടിട്ടുണ്ടാവില്ല തോന്നുന്നത്. നമ്മൾ വന്നിട്ട് മാരുതിയുടെ മറ്റേ ഡിജിറ്റൽ സ്റ്റുഡിയോ എന്നൊക്കെ പറയുമ്പോൾ ഇത്രയുള്ള സംഭവം. ഇനി നമ്മൾ പുതിയ സിസ്റ്റം വെക്കാൻ പോവാണ്, ഷാർപ്പിൻ്റെ. ഇത് ഷാർപ്പിൻ്റെ 4+32 കോൺഫിഗറേഷനുള്ള സിസ്റ്റമാണ്. DSP ഉണ്ട്, IPS പാനലാണ്, ഗോറില്ല ഗ്ലാസ് ആണ്. അതുപോലെ തന്നെ ഇതിന് മെയിൻ അഡ്വാൻറ്റേജ് ആണ് HD ക്യാമറ ഇൻപുട്ട് ഉണ്ട്. അതുപോലെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നൊരു ഓപ്ഷനും കൂടി ഇതിലുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും വേണ്ട ഒരു ഓപ്ഷനാണ്. കാരണം എല്ലാവരും ആ റേഞ്ചിൽ ഫോൺസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ആപ്പിൾ കാർപ്ലേ നിർബന്ധമായിട്ട് ഇപ്പോൾ വേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് അതും കൂടി ഉണ്ട്. 9 ഇഞ്ചാണ് ഇത്. മാർക്കറ്റിൽ ഇപ്പോൾ നിലവിലുള്ളതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ ഇതിന് ഫ്രണ്ട് ആൻഡ് ബാക്ക് റെക്കോർഡിംഗ് വേണം. നമുക്കൊരു ക്യാമറ ഓൾറെഡി ബാക്ക് ക്യാമറ ഓക്കെ. അതുപോലെ തന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് DVR റിൽ ക്യാമറ കൊടുക്കാനുള്ള ഇൻപുട്ടും കൂടി ഈ സിസ്റ്റത്തിനുണ്ട്. ഡാഷ് ക്യാം പോലെ വർക്ക് ചെയ്യും. അടിപൊളി. ശരിക്കും ഇപ്പോൾ നല്ലതല്ലേ, അപകടങ്ങളൊക്കെ കൂടുമ്പോൾ ആരെ ഭാഗത്ത് തെറ്റെന്ന് മനസ്സിലാവില്ലേ? ഓക്കെ, ഇത് നമ്മൾ ഈ സിസ്റ്റം ഒന്ന് അൺബോക്സ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ സിസ്റ്റം വരുന്നത്. ഇതിന്റെ സംഭവം വളരെ ചെറുതാലേ, മറ്റേ അപേക്ഷിച്ച് ഇത് വളരെ മിനിമൽ സംഭവം. ഇതിന്റെ വാറണ്ടി കാർഡ്. എത്ര വർഷത്തെ വാറണ്ടി ഉണ്ട്? ഇത് 1 ഇയർ വാറണ്ടി ഉണ്ടാവും. ഓക്കെ. വാറണ്ടിക്ക് ശേഷം നമ്മുടെ ഷോപ്പിൽ കൊടുക്കുന്ന എല്ലാ പ്രോഡക്റ്റിനും കമ്പനി വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുശേഷമുള്ള ആഫ്റ്റർ സെയിൽ സർവീസ് നമ്മൾ എല്ലാവർക്കും ഏത് പ്രോഡക്റ്റും ആഫ്റ്റർ സെയിൽ സർവീസ് നമ്മുടെ കമ്പനി കാർ സ്പോർട്ടിന്റെ നമ്മൾ സർവീസ് ഫ്രീ ആയിരിക്കും. അടിപൊളി, അത് നല്ലൊരു കാര്യമാണ്. അതിപ്പോൾ ചില പ്രോഡക്റ്റ്സ് 6 മന്ത് ആയിരിക്കും, ചിലത് 3 മന്ത്സ് ആയിരിക്കും, ചിലത് 1 ഇയർ, 2 ഇയർ, 5 ഇയേഴ്സ് വാറണ്ടി വരെയുള്ള പ്രോഡക്ട്സുകളുണ്ട്. പക്ഷെ നമ്മൾ ആ കമ്പനി വാറണ്ടി കഴിഞ്ഞാലും നമ്മൾ ആ കസ്റ്റമർ ഉപയോഗിക്കുന്നിടത്തോളം കാലം നമ്മൾ ആ പ്രോഡക്ട്സിനെല്ലാം നമ്മൾ സർവീസ് വാറണ്ടി കൊടുക്കും. ഇതാണ് നമ്മുടെ സിസ്റ്റം. പിന്നെ അതിന്റെ കണക്ടറും ഇതെല്ലാം നമ്മൾ ഫുൾ പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഇല്ല, ഇതിലിപ്പോ നമ്മൾ വയർ കട്ടിങ്ങുള്ള ഒരു ഓപ്ഷനും വരുന്നില്ല. അതിപ്പോ നമ്മൾ ടെക്നീഷ്യൻ കാണിച്ചു തരും ഇതെങ്ങനെയും പ്ലഗ് ചെയ്ത് കൊടുക്കണമെന്നുള്ളത്. ശരിക്കും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സംഭവിക്കുക. പ്ലഗ് ആൻഡ് പ്ലേ അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ടിന് സാധ്യത കൂടുതലാണ്. അവിടെയാണ് ഈ അപകട സാധ്യതകളും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എവിടെ നിന്ന് എന്ത് സംഭവങ്ങൾ ഇതുപോലെ അഡീഷണൽ ചെയ്യുമ്പോഴും അത് ഇത്തരത്തിലുള്ള പ്ലഗ്സ് യൂസ് ചെയ്തിട്ട്, അതായത് കറക്റ്റ് ജാക്കുകൾ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്നതാണെന്ന് മേക്ക് ഷുവർ ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമ്മൾ വീഡിയോയിൽ തന്നെ കാണാം, നമ്മളുണ്ടോ ഇതിലൊന്നും ലൂപ്പ് ഇടില്ല. ഇവിടെ നമുക്ക് ഓൾറെഡി മാരുതിയുടെ കണക്ടർ വരുന്നുണ്ട്. ഇവിടെ ഓൾറെഡി സിസ്റ്റത്തിന്റെ കണക്ടർ ഉണ്ട്. ഇത് FM-ന്റെ ആണ്. ഇതെല്ലാം ഇതിന്റെ ഫീമെയിൽ മെയിൽ കണക്ടറാണ്. ഇനി ബാക്കിയുള്ള പവർ കേബിൾ കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതിപ്പോ ഇത് സിസ്റ്റത്തിന്റെ കൊടുക്കുന്നത് നമ്മൾ ബാക്കിൽ പോകുന്ന കോഡേഴ്സിന്റെ കണക്ടറാണ്. ഒരു സബ് വൂഫർ കൊടുക്കുകയാണെങ്കിലും ഒരു ക്യാമറ കൊടുക്കുകയാണെങ്കിലും എല്ലാം അതിനൊക്കെയുള്ള സാധനം എക്സ്ട്രാ ഉണ്ട്. അപ്പൊ ഇനി അത് കണക്ട് ചെയ്യുമ്പോഴും പേടിക്കേണ്ട. അടിപൊളി സേഫ്റ്റി മെഷർമെന്റ്. അപ്പോൾ വർക്ക് ഏറെക്കുറെ 90% ആയിട്ടുണ്ട്. കേബിളുകളൊക്കെ കണക്ട് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും സേഫർ ആയിട്ട് കണക്ഷൻ മെത്തേഡൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നതും അത്തരത്തിലുള്ള പിന്നുകൾ ഉപയോഗിച്ച് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതാ പാനലിൻ്റെ അകത്ത് നമ്മളുടെ ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ടോ, അത് കണക്ട് ചെയ്ത് അതുപോലെ തന്നെ വെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വെക്കുക എന്നുള്ളത് മാത്രമാണ് പണി. അതിന് മുന്നേ ഈ കേബിൾസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യണം. അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങൾ എത്ര വർഷമായി കാർ സ്പോട്ടിൽ? 9 കൊല്ലമായി. 9 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള മച്ചാനാണ് നമ്മളെ വണ്ടി സെറ്റാക്കി കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് പുള്ളിയുടെ വർക്കിൽ കാണുന്നുണ്ട്. പുള്ളി ഇതിൻ്റെ അടിയിൽ കൂടെ കടന്നിട്ടൊക്കെ ചെയ്തായിരുന്നു. വയർ കട്ട് ചെയ്തിട്ട് കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല പറഞ്ഞു. അങ്ങനെ കൊടുക്കാൻ പാടില്ല കേട്ടോ, വേറെ വിഷയം, തമാശ പറയണല്ല. ശരിക്കും ഇതേപോലത്തെ പിൻ മെത്തേഡ് തന്നെ യൂസ് ചെയ്യണം അല്ലേ? അതാകുമ്പോൾ ലൂസ് കണക്ഷൻ ഒന്നും വരില്ല, വന്നാലേ ഊരി പോയിക്കോളൂ അല്ലേ? കംപ്ലൈൻറ്റ്സ് ഒന്നും വരില്ല. അത് മാത്രമല്ല, ഇവരിപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ മുമ്പത്തെ ഓണർ ചെയ്തിട്ടുണ്ടായിരുന്ന കുറേ കേബിളിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ആവശ്യമില്ലാത്തൊക്കെ ഇപ്പോൾ ഒരു ഒഴിവാക്കി മൊത്തം നീറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നൊരു സ്വിച്ചൊക്കെ പോയി. അത് ആദ്യം ഇവിടെ ഒരു സ്വിച്ച് വെച്ചിരുന്നു സബ് വൂഫറിൻ്റെ, അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കിപ്പോൾ സബ് വൂഫർ ഇല്ല, അപ്പോൾ അത്രയും വയറുകൾ അതിൻ്റെ ഉള്ളിൽ വേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഒരു ഭയങ്കര കെയർ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് കേവലം ഒരു പണി ഏൽപ്പിച്ചു അത് ചെയ്തു എന്നതിനേക്കാൾ ഉപരി അതുമായി ബന്ധപ്പെട്ട ആ ചുറ്റുപാടിലുള്ള ഏരിയകളൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞിട്ട് പോലുമില്ല എന്നാലും. പക്ഷെ അതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ മേക്ക് ഷുവർ ചെയ്യാൻ അവർ. നിങ്ങളെ വണ്ടി മാത്രമേ ഓട്ടല്ലോ? അല്ല, അതെ, ഞാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കും. എല്ലാ വണ്ടിയും ചെയ്യൂലേ, ചെക്ക് ചെയ്യൂലേ ഇങ്ങനെ അതേപോലെ ആവശ്യമില്ലാത്തൊക്കെ. അതൊരു നല്ല കാര്യം. ആ ഒരു ഉത്തരവാദിത്തത്തിൽ
സേവനത്തിന്റെ ഭാഗമാണ് അവർ ചെയ്യുന്നത്. കേവലം ഒരു ജോലി എന്നതിനേക്കാൾ ഉപരി അല്ലേ വീണ്ടും വരാനത് അതെ അതെ അവരടുത്ത് പോയാൽ അടിപൊളിയാന്നുള്ളൊരു തോന്നൽ ക്രിയേറ്റ് തോന്നലല്ല സത്യം. കാരണം അങ്ങനെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ സമയത്ത് എടുത്ത് ചെയ്യണമല്ലോ. അങ്ങനെ കേബിൾസ് എല്ലാം കണക്റ്റായി അങ്ങനെ സംഭവം റെഡി ആയിരിക്കണം അല്ലേ, ഓണായി. ഇനി ഫൈനൽ ഒരു കണക്ഷനും കൂടി ഉണ്ട്. യെസ്, അയ്യോ ഇനി ഫുൾ ചെക്ക് ചെയ്തതിന് ശേഷം അമർത്തി വെക്കും. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്താലോ. അപ്പോൾ നമ്മളെ സിസ്റ്റം ഓണായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് കാർ സ്പോർട്ടിന്റെ ടെക്നിക്കൽ ഹെഡ് അല്ലേ, ഷാനവാസ്കയാണ്. അപ്പോൾ സംഭവം വളരെ സിമ്പിൾ ആൻഡ് നൈസ്. ഗൂഗിൾ ക്രോം ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ടാബ് പോലെ തന്നെ നമുക്ക് ഇനി വീഡിയോ യൂട്യൂബ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ആവശ്യം യൂട്യൂബ് അല്ലേ. നെറ്റ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ഇവിടുത്തെ ലോക്കൽ നെറ്റ്. അപ്പോൾ മൊബൈലിൽ എത്ര ഇത് കണക്ട് ചെയ്യാം. ടച്ചൊക്കെ അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആട്ടോ. നോക്കിയാ നാവിഗേഷൻ ഗൂഗിൾ മാപ്പ് ഒക്കെ ഉണ്ട്. ശരിക്കൊരു ടാബ് പോലെ. അപ്പോൾ അത് സക്സസ് ആയി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതൊന്ന് അമർത്തിയിട്ട് ലോക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇനി ക്യാമറ, നമ്മൾ പുതിയ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിവേഴ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൈനൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റും. ഇപ്പൊ രണ്ടൊന്നും കൂടുതലുണ്ട്, കാരണം നമ്മുടെ സ്റ്റീരിയോടെ ഒന്നുകൊണ്ട് ക്യാമറയുടെ ഒന്നുണ്ട്. ഒന്ന് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോഴേ നമ്മളെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും ഒക്കെ ഉള്ള ഒരു ഫുള്ളി ഡിജിറ്റലാക്കി മാറ്റി. ആ ഒരു സമയത്ത് ഇവർ നമ്മുടെ വാഹനത്തെ മൊത്തം ഇൻസ്പെക്ട് ചെയ്തു എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞില്ല. അങ്ങനെ അവർ കണ്ടെത്തിയ ഒരു സാധനമായിരുന്നു ഇത്. ഞാൻ പോലും അധികം ശ്രദ്ധിക്കാത്തൊരു വിഷയമായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ, ഇപ്പം ഈ ഒരു ആക്സിഡൻസ് മീൻസ് തീ കത്തുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ വളരെ നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു ഭാഗം കൂടിയാണിത്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ആളുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ലാമ്പ് ഇത് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ കമ്പനിയിൽ വരുന്ന ഒരു ലാമ്പല്ല, അവരത് ചേഞ്ച് ചെയ്ത സമയത്ത് അവർക്ക് പറ്റിയ ഒരു ചെറിയ അശ്രദ്ധയായിരിക്കാം ഇതിന് കാരണം. ഇത് ഫോഗ് ലാമ്പിൻ്റെ ഹൗസിംഗ് ആണ്. ഇതിനുള്ളിലേക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇത് ഫുള്ള് ഉരുകി ഒലിച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് മണി പോലത്തെ സാധനങ്ങളുണ്ടായിരുന്നു, ഉരുകി ഒലിച്ചിട്ട് ഇങ്ങനെ ഉറച്ച് വെച്ച സംഭവം. അപ്പോൾ ഇത് ശരിക്കും ഞാനും അധികം ശ്രദ്ധിച്ചിട്ടില്ല. ഈ റൈറ്റ് സൈഡിലായിരുന്നു. ഇപ്പോൾ ഇതവർ മാറ്റി പുതിയത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ സംഭവങ്ങളാണ് ഒരു സമയത്ത് നമ്മൾ പോലും ചിന്തിക്കാത്ത രൂപത്തിൽ അതൊരു ആക്സിഡൻറ്റിന് കാരണമായേക്കാം. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും നിങ്ങളുടെ വാഹനങ്ങളൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യേണ്ട സാധനങ്ങളാണെങ്കിൽ റീപ്ലേസ് ചെയ്യുക, നന്നാക്കേണ്ട സാധനങ്ങളാണെങ്കിൽ നന്നാക്കുക. അപ്പം കാർ സ്പോർട്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആ ഒരു കാര്യം കൂടി പറയാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം അവർ നമ്മൾ അടിച്ചേൽപ്പിക്കുന്നത് അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ചില കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് സീറ്റ് കവർ ഇടണ്ട, കാരണം വെന്റിലേഷൻ മിസ്സാവും, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളത് നല്ല ലെതറാണ് എന്ന് പറഞ്ഞും ഇവർ ഒഴിവാക്കിയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവരുടെ ഒരു ക്വാളിറ്റി ഓഫ് വർക്കിൻ്റെ ഹൈലൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് കണ്ടെത്തിയതും അത്തരത്തിലുള്ള ഒരു ക്വാളിറ്റി ഓഫ് ഹൈലൈറ്റ് തന്നെയാണ്. അങ്ങനെ ആ കണ്ടെത്തിയ എറർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. X7 എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു LED ലാമ്പ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നല്ല വിസിബിലിറ്റി ആയിരിക്കും. ഇനി ഫോഗ് ലാമ്പ് എന്നുള്ള കാര്യം സൂപ്പർ. അപ്പോൾ നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞു. രണ്ട് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമായിട്ടോ. ഒന്ന് സ്റ്റാഫ്, പിന്നെ നല്ലതായിട്ട് അവർ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതിനകത്തുള്ള കേബിളുകളൊക്കെ ചെക്ക് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഫോഗ് ലാമ്പിൻ്റെ സംഭവം കണ്ടെത്തിയത്, അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സംഭവമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു സേഫ്റ്റിയുടെ ഭാഗമാണ്, നമ്മോട് കാണിക്കുന്ന ഒരു നീതി കൂടിയാണ്. ആ കാര്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യാണ് കാർ സ്പോർട്ടിനെ. താങ്ക് യു സോ മച്ച്. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം കൂടി പറയാം. കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. ഇത് ശരിക്കും പറഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്താണല്ലേ? ഇത് അപ്ഗ്രേഡ് ചെയ്യണം. ഇതിന്റെ ഓണർ എന്ന് പറയുന്നത് നമ്മളെ ഗൾഫ് ഫോൺ ഡിജിറ്റൽ ഹബ് പറഞ്ഞിട്ട് ഒരു മൊബൈൽ ഷോപ്പിന്റെ ഒരു മെയിൻ ബിസിനസ്മാന്റെ വണ്ടിയാണ്, റാഫി എന്ന് പറയും. ഇത് ടൈപ്പ് 3 നമ്മൾ 4 കൺവേർട്ട് ചെയ്തിട്ട് ലെക്സസിനെ കിറ്റ് അവരുടെ സ്പിൻഡിൽ ഗ്രിൽ. യെസ്, അതൊക്കെ ഇവിടെ ചെയ്യും നടത്തും. ഇവിടെ A to Z കാര്യങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ട്. ശരിക്കും എല്ലാ കാറുകളുടെയും ഒരു സ്പോട്ട്, എല്ലാത്തിനും പറ്റിയ ഒരു സ്പോട്ട്, കംപ്ലീറ്റ് കാർ കെയർ. അങ്ങനെയാണ് അതിന് അർത്ഥം വെച്ചത്. ശരിക്കും കാർ സ്പോട്ട് എന്ന് പേരിട്ടപ്പോൾ എന്നാൽ സത്യമാണത്. അവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ് വർക്കിൻ്റെ കാര്യത്തിൽ. അത് ഞാൻ നേരിട്ട് അനുഭവിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കും ആ ഒരു കാര്യം കിട്ടും എന്നുള്ളത് തന്നെയാണ് ഉറപ്പ് വരുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഒരു മാർച്ചിൽ വരുന്നവർക്ക് എന്തോ ഒരു ഓഫർ കൂടി ഉണ്ടല്ലേ? നമ്മളിപ്പോൾ ഈ ജനുവരി ഫെബ്രുവരി മാർച്ചിൽ നമ്മൾ ഒരു ഓഫർ ഉണ്ട്. അതായത് 25,000 എബോ പർച്ചേസുള്ള എല്ലാവർക്കും നമ്മൾ വൗച്ചർ കൊടുക്കും. ഈ വൗച്ചർ നമ്മൾ ഈ 3 മാസം കഴിഞ്ഞ് ഏപ്രിൽ നറുക്കെടുത്ത് ഫസ്റ്റ് പ്രൈസിൽ നമ്മൾ ഒരു 14 Pro ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ സെക്കൻഡ് പ്രൈസ് ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ 5 പേർക്ക് ഒരു വയനാട് ട്രിപ്പ്. തേർഡ് പ്രൈസ് നമ്മളൊരു ആൻഡ്രോയിഡ് ടാബ്. 3 സമ്മാനങ്ങളുണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ചെക്കപ്പുകൾ നടത്തണം അല്ലെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മാർച്ച് മാസം തന്നെ ഈ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളൊരു സ്കോപ്പ് കൂടി ഉണ്ടല്ലേ? ഉണ്ടായിരിക്കും. അപ്പോൾ ആ സൗകര്യം കൂടി എല്ലാവരും ഉപയോഗപ്പെടുത്താം. ഇവരുടെ ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് അങ്ങാടി പുറത്ത് നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് പോകുമ്പോൾ, അതായത് കാലിക്കറ്റ് റോട്ടിൽ റൈറ്റ് സൈഡിൽ റോയൽ എൻഫീൽഡിൻ്റെ ഒക്കെ ഷോറൂമിൻ്റെ നിയറസ്റ്റ് ആയിട്ടാണ്. ഇൻസ്റ്റാഗ്രാം ID അതുപോലെ തന്നെ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്.
വിളിക്കുക. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, അപ്പോൾ വിളിച്ചൊരു അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് വരികയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലേ? നമുക്ക് സമയം ഒന്ന് ബാലൻസ് ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോ ശരിക്കും ഈ ഒരു സ്ഥാപനത്തെ പരിചയപ്പെടുത്തുക, പിന്നെ നമ്മുടെ വാഹനത്തിനകത്ത് വരുന്ന ചെറിയ മാറ്റങ്ങൾ, പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അതായത് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുമ്പോൾ സേഫായിട്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതാണ്. അതിനുള്ള ഒറ്റ ഉത്തരവുള്ളൂ, മാറ്റങ്ങൾ വരുത്താം. അത് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷണലി ചെയ്യുന്ന ആളുകളിൽ നിന്ന് ചെയ്യുമ്പോൾ അത് വളരെ സിമ്പിളായിരിക്കും എന്നുള്ളതാണ്. അത് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടിലേക്ക് പോകില്ല എന്നുള്ളതാണ്. അതൊരു ഉദാഹരണ സഹിതം നമുക്ക് ആ ഫോഗ് ലാബിൻ്റെ കേസിൽ നമുക്ക് കാണിക്കാൻ പറ്റി. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ഓക്കെ താങ്ക് യു. ഈ ഒരു വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.